ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെയൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പം പിന്നെ മഴയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിന്ന് ഇൻട്രോ എടുക്കുന്നുണ്ട്. എൻ്റെ ബാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ള് കരിയിലയാണ്. തൂത്താലൊന്നും ഒരു പ്രയോജനമില്ല. എന്നും രാവിലെ ഞാനാണെങ്കിൽ നമ്മുടെ 3 വലിയ കോഴികളുണ്ടല്ലോ, അതിനെ ഞാൻ തുറന്നു വിടുന്നതായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വിട്ടില്ല. കാരണം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് പൂവൻ കോഴി. വീടത്തോടെ പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം പറഞ്ഞു, രാവിലെ തുറന്നു വിടല്ലേ എന്ന് പറഞ്ഞു. രാവിലെ ഒഴിച്ചിട്ട് നീ വേണമെങ്കിൽ തുറന്നു വിട്ടോ, കുഴപ്പമില്ല, രാവിലെ നീ തുറന്നു വിടല്ലേ, ഭയങ്കര പേടിയാണ് കേട്ടോ. ഞങ്ങളെ തുറന്നു വിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. ടാപ്പി പിന്നെ ഇങ്ങനെ എൻ്റെ പുറയിൽ ഇങ്ങനെ അങ്ങ് നടക്കുക. രാവിലെ എക്സസൈസൊക്കെ എടുക്കുവാണ്. ബാ ബാ, വരുന്നില്ല, ഞാൻ പോവാം അങ്ങോട്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും കടലക്കറിയാണ്. വെള്ളക്കടല ഉണ്ടല്ലോ, ആ കടലക്കറിയാണ്. കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കടലക്കറി. അതുകൊണ്ട് അമ്മ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ പൂരിയും കടലക്കറി ആക്കാം. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള ഗ്രേവിയൊക്കെ റെഡിയാക്കണം. പൂരി പിന്നെ സിമുക്കുട്ടിക്ക് കൊടുത്തതിന് ശേഷം പൂരി ആക്കാമെന്ന് വിചാരിച്ചു. പൂരി നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. തണുത്ത് കഴിഞ്ഞ് ഒരുമാതിരി ബലൂൺ പോലെ ഇരിക്കും. പെട്ടെന്ന് തന്നെ പണികൾ തീർക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അത് സമ്മതിക്കുന്നില്ല. ഇറക്കി വിടാനായിട്ട് പറയുക, കുറച്ച് നേരം നീ എവിടെ ഇരിക്കേ, അതിന് ശേഷം പിന്നെ നമുക്ക് നോക്കാം ഇറക്കി വിടണോ ഇറക്കി വിടണ്ടായോന്ന്. ഇപ്പം ഞാൻ നമ്മുടെ ഫ്രണ്ടിലോട്ട് പോവാണ്. കേസ് എല്ലാവരും ഉറക്കമാണ്, ഞാനും അമ്മ മാത്രമേ എഴുന്നേറ്റുള്ളൂ. സിംകുട്ടിക്ക് പിന്നെ രാവിലത്തെ ഒരു ഗുളികയുണ്ട്, തൈറോയിഡിൻ്റെ ഗുളികയുണ്ട്. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ഫുഡ് റെഡിയാണ്, റാഗി. സോ അപ്പം നമ്മുടെ ഇനി റെഡി ആക്കണം. അപ്പം ഞാനിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അമ്മ ചായ ഇട്ടിട്ട് ഇപ്പം വിളിക്കും. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇതേപോലെ കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചു. കടലിൻ്റെ ചേഞ്ച് റോസ കാണണം നിങ്ങൾക്ക്. ഒത്തിരി മുട്ടുമുണ്ട്, ഒത്തിരി ചേഞ്ച് റോസയുണ്ട്. നമുക്ക് 1 2 3 3 ചേഞ്ച് റോസോളം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെയൊക്കെ മുമ്പ് കിളിച്ചതൊക്കെയാണ്. 2 3 4 ചേഞ്ച് റോസയുണ്ട്. നല്ല രസമാണ് കാണാൻ. കള്ളല്ലേ, നല്ല വെയിറ്റുമാണ്. അപ്പം നമുക്ക് ഇനി അകത്തോട്ട് പോകാം. ഓക്കെ, അമ്മ ചായ ഇടുന്ന തിരക്കിലോട്ട്. ചായ നമുക്ക് സൂം ചെയ്ത് കാണിക്കാം. അമ്മയുടെ ചായ അത് തന്നെ. ഗൈസ്, രാവിലെ അങ്ങനെ അടുപ്പും അങ്ങ് കത്തിച്ചു. അപ്പോൾ ആ ഒരു പണി അങ്ങ് തീരുമല്ലോ. പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചു. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പെരിഞ്ചീരകം, കടുക്, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇടുക. ഇതൊക്കെ ഒന്ന് മിക്സാക്കി ഒന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നമ്മുടെ മസാലകളെല്ലാം കൂടെ ഇടണം. എന്നിട്ട് കടല വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ തട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ വണ്ടർഫുൾ കടലക്കറി റെഡി. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, അമ്മയൊക്കെ ഇങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അമ്മയൊക്കെ ആക്കുന്നതുകൊണ്ടാണ് പഠിച്ചത്. അല്ലാതെ എനിക്കൊരു തേങ്ങാക്കൊടിയെ അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ സിമുക്കുട്ടിക്കുള്ള റാഗി അങ്ങ് ആക്കി വെച്ചേട്ടോ. കടലക്കറി എന്തോ നോക്കാം കേട്ടോ. അയ്യോ, ഊരാൻ പറ്റുന്നു. എന്തും തോന്നുന്നു. ഒരു സ്പൂൺ എടുത്ത് നോക്കട്ടെ. എന്ത് കടല നമുക്കെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. കാരണം ഞാൻ നമ്മുടെ കടലക്കറി ജസ്റ്റ് ഒരു തിക്നെസ് പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല ഇതേപോലെ എടുത്ത് മാറ്റി തണുപ്പിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് എടുക്കും. അപ്പോൾ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. അപ്പം നല്ലൊരു തിക്ക് കിട്ടും കറി. ഇവിടെയൊക്കെ എന്തുമാത്രം ചീനികളോ നിൽക്കുന്നതെന്നൊക്കെ. ആരും നട്ടതൊന്നുമല്ല,
ഇവിടെ ഇങ്ങനെ അന്ന് ക്ലീൻ ചെയ്തപ്പം ഫുള്ള് എന്താ പറയുക ഇതേപോലെ ഇങ്ങനെ ചീനി കാട് കയറി കിളിച്ചിരിക്കും. അപ്പം ഫുള്ള് അവിടെ നിന്ന് ക്ലീനാക്കി ഇവിടെ എവിടെയൊക്കെ അതിൻ്റെ ആ ഒരു വേറെ സംഭവങ്ങളൊക്കെ കാണത്തില്ല, അങ്ങനെ പൊട്ടിക്കിളിച്ച് വന്നതായതൊക്കെ കേട്ടോ. ഇതിനകത്ത് ചീനി ഉണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ പല വിധങ്ങളിലായിട്ടുള്ള പച്ചക്കറികളുണ്ട്. ഇതും എനിക്കൊന്ന് മത്തങ്ങ എന്ന് തോന്നുന്നു, മത്തങ്ങ ഉണ്ട്, പിന്നെ അത് കാച്ചിൽ, പിന്നെ കോവയ്ക്ക, അതും ഇതും എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. മുളക് എല്ലാം ഉണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അവൾ 3 നേരവും ഇതേപോലെ ഈ കടലക്കറി കൂട്ടിയേ കഴിക്കും. ചോറായാലും ബാക്കി എന്ത് സാധനങ്ങളാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി. സോ അപ്പോൾ അതാണെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം, നമ്മൾ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവൾ സ്വയം വാരി കഴിച്ചോളും. ഭയങ്കര ഇഷ്ടമുള്ള കടലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. കറുത്ത കടലേക്കാളും നമുക്ക് വെള്ളക്കടല ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും ചിലപ്പോൾ പിന്നെ ഈ കടല ഇങ്ങനെ ചിലപ്പോൾ ഓർമ്മ വരുമ്പോഴായിരിക്കാം ഇങ്ങനെ പറയും ദോശി കടലക്കറി വേണം, ദോശി കടലക്കറി വേണം. അപ്പോൾ ഞങ്ങൾ പറയും ഓക്കെ മോളെ എപ്പോൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് സ്ഥലം വിടും. പിന്നെ വേറെ എന്തെങ്കിലും കുറച്ച് കളിപ്പാട്ടമൊക്കെ എടുത്തോട്ട് പോയിട്ട് കാണിക്കും, ഇതൊക്കെ അങ്ങനെ ഞങ്ങളുടെ മൈൻഡ് മാറ്റം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അപ്പം ഇന്നലെ വൈകിട്ടാകുമ്പോൾ പറഞ്ഞു അവളിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമം വന്നടി, നമുക്ക് കുറച്ച് കടലെടുത്ത് വെള്ളത്തിയിടാം. എന്നും ഇങ്ങനെ കടലക്കറി കൊടുക്കാൻ പറ്റത്തില്ലല്ലേ. സോ അപ്പം ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും വേണം. അതുകൊണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കണം അത് കഴിച്ച് വളരട്ടെ. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഴപ്പമില്ല. കടലക്കറി കാണുമ്പം ഉള്ളൊരു എക്സ്പ്രഷൻ അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സന്തോഷമായിരിക്കും ആൾക്ക്. പ്ലീസ് അങ്ങനെ കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങൾ സിമ്മിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോകാട്ടോ. രാവിലത്തെ വെച്ചിട്ട് കിടക്കുക കേട്ടോ. പാട്ടും ഉണ്ട്, പാട്ടൊക്കെ കേട്ട് കിടക്കുക. പൂരിക്ക് ആവശ്യമായിട്ടുള്ള ഉണ്ടകളാണ് ഞാൻ ആക്കി വെച്ചേക്കുന്നത്. പറഞ്ഞാൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വട്ടാകൃതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ അടപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ അങ്ങ് വെട്ടി മാറ്റും. അങ്ങനെയാണ് ഞാൻ പൂരിയാക്കുന്നത്. സോ അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ പൊള്ളി വീർത്ത് വരും. ഒരു പൂരിയുടെ ഒരു ഷേപ്പ് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്നെ അമ്മ ഒരു 2 പൂരി അങ്ങ് എടുത്തു കൊടുത്തു. പിന്നെ കടലക്കറി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അവൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് കഴിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൂരിയും ചുട്ടെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അമ്മ പൂരി ഇങ്ങനെ വീർപ്പിക്കും, ഞാനാണെങ്കിൽ ഇങ്ങനെ പരത്തി കൊടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അമ്മ നല്ലതായിട്ട് വീർപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കടലക്കറി, എൻ്റെ സ്പെഷ്യൽ കടലക്കറി. സോ അപ്പോൾ അങ്ങനെ പൂരിയൊക്കെ റെഡിയായി. അപ്പോൾ അമ്മ ഓരോന്നായിട്ടിങ്ങനെ വീർപ്പിച്ച് പാത്രത്തിലോട്ട് ഇടുമായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ള സമയമായപ്പം സെബിനാച്ചിനും പപ്പയ്ക്കും കുഞ്ഞിക്കും നേരത്തെ തന്നെ കൊടുത്തു. അപ്പോൾ അവർ നല്ല ചൂടോടെ കഴിച്ചു. ഞങ്ങൾ ചെറുതായിട്ട് തടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞി അവൾ കൊച്ചായതുകൊണ്ട് അവൾക്ക് പതുക്കെ കഴിക്കാൻ പറ്റൂ. അങ്ങനെ അവൾ ഓരോ കടലയും എടുത്തിട്ട് ഇതേപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഇങ്ങനെ തിന്നുമായിരുന്നു. പക്ഷെ എന്നാലും ഒരു സമാധാനമില്ല. കാരണം സിംകുട്ടി ഒന്ന് കരയുമ്പം അവളുടെ അടുത്തോട്ട് ഓടിച്ചെല്ലും, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കഴിക്കും, പിന്നെ ഓടിച്ചെല്ലും. അതൊക്കെയായിരുന്നു, ഒരു സമാധാനം ഇല്ലായിരുന്നു കൊച്ചിന്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയൊക്കെ കഴിഞ്ഞു. ഇനി കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് തന്നെയാണ്. കുഞ്ഞു പിന്നെ കഴിക്കുന്നുണ്ട്, അച്ഛൻ കൂടെ നിരിപ്പുണ്ട്. സോ അപ്പോൾ അമ്മ സിംകുട്ടിക്കുള്ള നെക്സ്റ്റ് മരുന്ന് കൊടുക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാം. ഭയങ്കര കരച്ചിലാട്ടോ. ഇവിടെ കിടന്നങ്ങ് ഭയങ്കര കരച്ചിൽ. അവർക്ക് വിശക്കുന്നുണ്ട്. സോ വൈകുന്നേരം കൊടുത്തതല്ല. ഇപ്പോൾ സമയം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. മറ്റൊരു 3 വരെ ഞാൻ പിന്നെ അങ്ങ് ഇറക്കി വിട്ട്. അവരിതവിടെ ഇങ്ങനെ ചിക്കിച്ചകഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. എന്തോ നടക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഓടി വരും കേട്ടോ. പോവാൻ കണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ കരച്ചിൽ കേൾക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയി കോഴിക്കൂട് അങ്ങ് തുറന്നു. അപ്പോൾ നമ്മുടെ ഈ കോഴിക്കൂടിൻ്റെ ഡോറെന്ന് പറയുന്നത് തുറന്നു കഴിഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് അടഞ്ഞു പോകും. അപ്പം ഞാൻ ഒരു കസേര വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഈ കസേര എപ്പോഴും ഇവിടെ കാണും കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ. അങ്ങനെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ പുറത്തേക്ക് ഓട്ടിച്ചു വിട്ട്. അപ്പോൾ ഇവരുടെ മെയിൻ സ്പോട്ടാണ് ആ ഒരു തെങ്ങിൻ്റെ തോപ്പെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ചിക്കിച്ചകഞ്ഞങ്ങ് നിൽക്കും. ആ ഗ്യാപ്പിൽ ഞാൻ ഇവരുടെ 2 കൂട്ടരുടെയും വലിയവരുടെയും ചെറിയവരുടെയും പാത്രങ്ങളെല്ലാം നല്ലതായിട്ട് കഴുകി വൃത്തിയൊക്കെ ആക്കി വെച്ചു. എന്നിട്ട് അവർക്കുള്ള വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് ശേഷം 2 പേർക്കും ഉള്ള തീറ്റയൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ സ്റ്റോറിൽ പോയി. അങ്ങനെ തീറ്റയും കോഴിത്തീറ്റയാണ് കൊടുക്കുന്നത്. കോഴിത്തീറ്റയും പിന്നെ ഗോതമ്പും അരി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആണ് ഞാൻ ഇവരുടെ മുന്നിലോട്ട് കൊണ്ട് വെച്ച് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എനിക്കൊരളവുണ്ട്, ഞാൻ ആ അളവിലാണ് എടുക്കുന്നത്. എത്ര അളവ് എടുക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അറിയാവുന്ന പോലുള്ള ഒരു അളവ് ഞാനങ്ങ് എടുക്കും. കയ്യിൻ്റെ ഒരു അളവാട്ടോ, കൈയളവാണ് കേട്ടോ. അങ്ങനെ 2 പേർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത്
മഴ നനയോ കേട്ടോ. മഴ നനയുന്ന പെങ്കിൽ വിളിച്ചാൽ അകത്ത് കയറുന്നില്ല, എന്താ ചെയ്യാന്. കുഞ്ഞ് വാടി, പാ അകത്ത് പോയി നമുക്ക് കച്ചാം. കളിപ്പാട്ടൊക്കെ ഇട്ട് കളിപ്പാട്ട് ഇട്ട് കച്ചാം. മഴ നിന്ന് വാ, പോവാം വാ. ഇനി മഴ വരുമ്പോൾ നമുക്ക് ഇറങ്ങാം. മഴ കളിച്ചിനെയോ? ആ, മഴ പോയല്ലേ, ഇനി എങ്ങനെ കളിക്കാനാ? കോഴി കോഴി വരുന്നു. അയ്യോ, കോഴി വേണ്ട, പോടാ കോഴി. ഇവിടെ ഒരാള് സമ്മാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കുണു ചിരിച്ചേ. കക്കിക്ക് കുക്കുക്കി കാക്കി വാവൂ. ഇത്രയേറെ പാട്ടും കേട്ടോണ്ടിരുന്ന ചേട്ടാ. അപ്പൊ ഞങ്ങൾ വന്ന് നോക്കിയപ്പോ ഇവിടെ കുത്തിയിരിക്കുന്നു. വാവൂ. സിമിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ച് കൊടുക്കും കേട്ടോ. യൂട്യൂബിലാണ് വെച്ച് പാട്ടിക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ പാട്ടാണ് ഇഷ്ടം. ചുമ്പാത്തും കളിക്കും കേട്ടാ. പോവാം. എന്തോ വേണം? തോക്കോ? ഓണാവട്ടെ, അപ്പം നമുക്ക് മേടിക്കാം. കുഞ്ഞി, നമ്മൾ എന്തോ മേടിക്കാനാ പോയേ? ആ, പാല്, ഒരു തൈരും ചോക്ലേറ്റും. അപ്പം ഗൈസ്, ഞങ്ങൾ 2 കവർ പാലും ഒരു തൈരും ഒരു ചോക്ലേറ്റും അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇക്കിനിയണ്ണൻ്റെ കടയിലോട്ട് പോയതാണ്. ഏത് കടയിലാണ് പോയത് നമ്മൾ? ഇക്കിനിയണ്ണൻ്റെ കടയിൽ. ആ, അവിടെ ഉള്ള കടയിലാണ് ഞങ്ങൾ പോയത്. ഉച്ചക്കലത്തെ ഫുഡെന്ന് പറയുന്നത് സാമ്പാർ, അച്ചാർ, പിന്നെ ഫ്രിഡ്ജിൽ തൈരും സാമ്പാറുമാണ് ഇന്ന് ഉച്ചക്കലത്തെ നമ്മുടെ ഫുഡ്. നമ്മളിന്ന് മീനൊന്നും മേടിച്ചില്ല, കാരണം നമ്മൾ എല്ലാ ദിവസവും മീൻ മേടിക്കുന്നുണ്ട്. സോ ഒരു ദിവസം മീനില്ലാതെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് അപ്പം നമ്മൾ സാമ്പാറിലും തൈരിലും അങ്ങ് ഒതുക്കി. 10ൻ്റെ ബസ്സിൽ പോകാനാണ് നോക്കുന്നത്. സോ ഇപ്പം തന്നെ 11:30 ആയിനി. ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ പിന്നെ 12:10ൻ്റെ ബസ് കിട്ടത്തില്ല. പിന്നെ 12:45 ബസ്. അപ്പം നമുക്ക് ഓൺലൈൻ ഓർഡറും ഉണ്ടല്ലോ, അപ്പം കുറേ കൊറിയർ അയക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം. പെട്ടെന്ന് ചോറ് കഴിച്ചു, കാരണം 12:10ൻ്റെ ബസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 12:45 ഉള്ളൂ. കുറേ ലേറ്റാകും. അപ്പം കുഞ്ഞു എൻ്റെ കൂടെ എന്ന് വരുന്നതായിരുന്നു. ഇന്ന് അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എന്തായാലും ഫുഡ് കഴിക്കാൻ വരുമല്ലേ, കഴിച്ചിട്ട് തിരിച്ച് കടയിലോട്ട് വരുമ്പോൾ അവളെ കൊണ്ടുവരും. ഇന്ന് എന്തോ ഒരു മിസ്സിങ് പോലെ, ആളില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ കുറേ വിളിച്ച് വാന്ന്, പക്ഷെ അവൾ ഒട്ടും വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്, കൂടെ വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-15 സ്റ്റെപ്പ് നടന്നാൽ മതി ഈ ബസ് സ്റ്റോപ്പിലോട്ട്. സോ അപ്പം 12:10 ആയിട്ടില്ല. ഞാൻ കുറച്ച് നേരം പോസ്റ്റായിട്ട് ഇവിടെ ഇരിക്കാം, നല്ല നിൽക്കാം. ഇനി അത്യാവശ്യം തിരക്കേ ഉള്ളായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, സീറ്റൊക്കെ കിട്ടി. സോ അപ്പം ഇങ്ങനെ ജസ്റ്റ് കടയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പൊക്കെ കേട്ടോ. അങ്ങനെ അച്ഛൻ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലോട്ട് പോയിട്ട് ഇനി കുഞ്ഞിനെയും കൊണ്ട് വരും. കഴിച്ചിട്ടൊക്കെ കുഞ്ഞിനെയും കൊണ്ടിങ്ങോട്ട് വരും. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ്. സോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ എല്ലാം ഒരു വലിയ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ആകെയുള്ളൊരു പ്രതീക്ഷയും. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.